അദ്ദേഹം ഷഹീദാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചിട്ടുണ്ട്. ഇസ്ലാമിന്റെ സ്വഭാവം ലജ്ജയാണ്. നമ്മുടെ സംസാരത്തിലും പ്രവൃത്തികളിലും നമ്മുടെ രൂപത്തിലും ഒക്കെ ലജ്ജ ഉണ്ടായിരിക്കണം. വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്വർഗമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സന്തോഷ വാർത്ത അറിയിച്ചിട്ടുള്ള 10 സ്വഹാബിമാർ, അൽ-അശറത്തുൽ മുബശ്ശറൂന ബിൽ ജന്ന, അവരുടെ ചരിത്രമാണ് നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത്. 2 ഖലീഫമാരുടെ ഈ 10 പേരിൽ ആദ്യത്തെ 2 പേരായ അബൂബക്കർ, ഉമർ റളിയല്ലാഹു അൻഹുമ, അവരെക്കുറിച്ച് ചുരുങ്ങിയ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കി. 3ാമത്തെ ഖലീഫയും ഈ കൂട്ടത്തിലെ 10 പേരിലെ 3ാമത്തെ ആളും ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹത്തെക്കുറിച്ചാണ് ഇന്ന് ഇൻഷാ അല്ലാഹ് വായിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ പേര് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഇബ്ൻ അബിൽ ആസ് എന്നാണ്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യനായ പൂർവ്വപിതാക്കളിൽപ്പെട്ട അബ്ദു മനാഫ് എന്ന ഉപ്പയുടെ പരമ്പരയിൽപ്പെട്ട ആളാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഇബ്ൻ അബിൽ ആസ് ഇബ്ൻ ഉമയ്യ ഇബ്നി അബ്ദി ഷംസ് ഇബ്നി അബ്ദി മനാഫ്, ഇതാണ് അദ്ദേഹത്തിന്റെ പരമ്പര. അദ്ദേഹത്തിന്റെ പിതാക്കന്മാരിൽപ്പെട്ട ആളാണ് ഉമയ്യത്ത് ഇബ്നു അബ്ദി ഷംസ്. ആ ഉപ്പയിലേക്ക് ചേർത്തിട്ടാണ് അദ്ദേഹത്തിന്റെ കബീല അറിയപ്പെടുന്നത്, ബനു ഉമയ്യ എന്ന ഗോത്രം. അവരാണ് പിന്നീട് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെയും അലി റളിയല്ലാഹു അൻഹുവിന്റെയും കാലശേഷം ഇസ്ലാമിക ഖിലാഫത്ത് ഭരിച്ച ബനു ഉമയ്യ എന്ന് പറയുന്ന രാജവംശം. അദ്ദേഹത്തിന്റെ ഉപ്പ അഫ്ഫാൻ ഇബ്നു അബിൽ ആസ് ജാഹിലിയ കാലത്ത് മരണപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയായി നിയോഗിക്കപ്പെടുന്നതിന് മുമ്പായി മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഉമ്മ അർവ ബിൻതു ഖുറൈസ് ഇബ്നി റബീഅ എന്ന സ്ത്രീയാണ്. അവര് ഇസ്ലാം സ്വീകരിച്ചു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിലാണ് അവർ മരണപ്പെടുന്നത്. ജാഹിലിയ കാലത്ത് അബൂ അംർ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ കുനിയത്ത്. പിന്നീട് ഇസ്ലാം സ്വീകരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളായ റുഖയ്യ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിക്കുകയും അവരിൽ അബ്ദുള്ള എന്ന പേരിലൊരു മകനുണ്ടായി. ആ മകനിലേക്ക് ചേർത്തി അബു അബ്ദില്ല എന്നാണ് പിന്നീട് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹത്തിന്റെ അറിയപ്പെട്ട ലഖബ്, വിളിപ്പേരാണ് ദുന്നൂറൈൻ. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 പെൺമക്കളെ അദ്ദേഹം വിവാഹം കഴിച്ചിട്ടുണ്ട്, റുഖയ്യ റളിയല്ലാഹു അൻഹ. പിന്നീട് അവർ മരണപ്പെട്ടതിന് ശേഷം ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു മകൾ, അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ഇദ്ദേഹത്തിന് വിവാഹം കഴിപ്പിച്ചു കൊടുത്തു. അപ്പോൾ ആ കാരണം കൊണ്ടാണ് ദുന്നൂറൈൻ, നൂർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രകാശം, 2 പ്രകാശമുള്ളയാൾ എന്ന പേര് അദ്ദേഹത്തിന് വന്നത്. അദ്ദേഹത്തിന്റെ ശരീരഘടനയെക്കുറിച്ച് ചരിത്രഗ്രന്ഥങ്ങളിൽ കാണാം. മർബു ആയിട്ടുള്ള ആളാണ്. മർബു എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചൊക്കെ പറയപ്പെട്ടിട്ടുള്ള രൂപമാണ്. വളരെ നീണ്ട ആളുമല്ല, ഉയരം കുറഞ്ഞതുമല്ല, ഇടത്തരം ഉയരമുള്ള ഒരാൾ. അതുപോലെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞതുപോലെ കഷണ്ടി ആയിട്ടുള്ള ആളായിരുന്നു. അദ്ദേഹത്തിന് മുടി ചുരുണ്ടതായിരുന്നു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. വളരെ തിങ്ങിയ താടിയുള്ള ആളായിരുന്നു ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ജാഹിലിയ കാലത്ത് അറിയപ്പെട്ട ഒരു കച്ചവടക്കാരനായിരുന്നു, സമ്പന്നനായിരുന്നു അദ്ദേഹം. അതുപോലെ ഖുറൈശികൾക്കിടയിൽ പേര് കേട്ട നല്ല പരമ്പരയുള്ള ഒരാളായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ വളരെ അറിയപ്പെട്ട ഒരു വിശേഷണമാണ് ലജ്ജ. വലിയ നാണമുള്ള ആളായിരുന്നു അദ്ദേഹം. ജാഹിലിയ കാലത്തും മുസ്ലിം ആയതിനു ശേഷവും അദ്ദേഹത്തെ ആളുകൾ ലജ്ജയുടെ പേരിൽ പ്രശംസിച്ചിരുന്നു. ആളുകൾക്കിടയിൽ മോശമായി കാണുന്ന ഒരു കാര്യം അദ്ദേഹം ചെയ്യുമായിരുന്നില്ല. ജാഹിലിയത്തിൽ പോലും അദ്ദേഹം ഒരു വിഗ്രഹത്തിന് സുജൂദ് ചെയ്തിട്ടില്ല. അബൂബക്കർ റളിയല്ലാഹുവിന്റെ കാര്യം പറഞ്ഞതുപോലെ അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് പോലും ശിർക്ക് ചെയ്തിട്ടില്ല, ഒരു ബിംബത്തിന് മുമ്പിൽ സുജൂദ് ചെയ്തിട്ടില്ല. അതുപോലെ ഒരു ഫാഹിഷത്തും, മോശമായ പ്രവൃത്തികൾ അദ്ദേഹം ചെയ്തിട്ടില്ല ജാഹിലിയത്തിൽ പോലും. മുസ്ലിമാകുന്നതിന് മുമ്പ് പോലും കള്ള് കുടിച്ചിട്ടില്ല. അക്കാലത്ത് ആളുകൾ എല്ലാവരും ചെയ്തിരുന്ന കാര്യങ്ങളാണ്. ഇതൊന്നും അദ്ദേഹം ചെയ്യുമായിരുന്നില്ല. അത്രയും മാന്യനായൊരു വ്യക്തിയായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ലാ സനൈതു വലാ സരിഖ്തു ഫി ജാഹിലിയത്തിൻ വലാ ഇസ്ലാം. ഞാൻ മോഷ്ടിക്കുകയോ വ്യഭിചരിക്കുകയോ ചെയ്തിട്ടില്ല ജാഹിലിയ കാലത്തും മുസ്ലിം ആയതിനു ശേഷവും. അദ്ദേഹം
ആദ്യകാലത്ത് ഇസ്ലാം സ്വീകരിച്ച വ്യക്തിയാണ്. 34-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നത്. അദ്ദേഹത്തെ ദഅവത്ത് ചെയ്തത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. ഉടനെ തന്നെ ഇസ്ലാം സ്വീകരിച്ചു. ചോദ്യം ചെയ്യാതെ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. കാരണം എന്താണ്? ഇസ്ലാം ഫിത്രത്തിന്റെ ദീനാണ്. മനുഷ്യന്റെ ശുദ്ധ പ്രകൃതം ഇസ്ലാമുമായിട്ടല്ലാതെ മറ്റൊരു ദീനുമായിട്ട് യോജിക്കുകയില്ല. പക്ഷേ പാപങ്ങൾ കൊണ്ട് മനുഷ്യൻ നമ്മുടെ സ്വന്തം ഫിത്രത്തിനെ, പ്രകൃതത്തെ മലിനമാക്കുന്നു. അതുകൊണ്ടാണ് ആളുകൾ ഇസ്ലാം സ്വീകരിക്കാത്തത്. അല്ലെങ്കിൽ ഇസ്ലാമിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകളുണ്ട്. ഈ രണ്ട് കാരണമായിരിക്കും ഒരാൾ ഇസ്ലാം സ്വീകരിക്കാൻ തടസ്സം. മൂന്നാമതൊരു കാര്യവുമില്ല. ഒന്നുകിൽ ഇസ്ലാം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ആളെ കൊല്ലുന്ന മതമാണ്, രക്തദാഹികളാണ്, കുഴപ്പക്കാരാണ്, ഇങ്ങനെയുള്ള വിവരമായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. അതല്ലെങ്കിൽ അവൻ്റെ പാപങ്ങൾ കൊണ്ട്, അഹങ്കാരം കൊണ്ട് അവൻ്റെ പ്രകൃതം മലിനമായിട്ടുണ്ടാകും. അതല്ലെങ്കിൽ ഒരാൾ ഇസ്ലാം സ്വീകരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള മാന്യന്മാരൊക്കെ പെട്ടെന്ന് ഇസ്ലാം സ്വീകരിക്കുന്നത്. നിങ്ങൾ ഇസ്ലാം സ്വീകരിച്ച, ആത്മാർത്ഥമായി ഇസ്ലാം സ്വീകരിച്ച ആളുകളെക്കുറിച്ച് പഠിച്ചു നോക്കിയാൽ മനസ്സിലാവും. അക്കാലത്തായാലും ഇന്നായാലും അവരുടെ ജീവിതം വളരെ മാന്യമായിരിക്കും. അങ്ങനെയുള്ള ആളുകൾക്ക് മറ്റൊരു ദീനിലും നിലനിൽക്കാൻ സാധിക്കുകയില്ല. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചപ്പോൾ ഒരുപാട് പ്രയാസങ്ങളുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഹിജ്റ പോകേണ്ടി വന്നു. അദ്ദേഹത്തിൻ്റെ ഉപ്പയുടെ സഹോദരങ്ങൾ കെട്ടിയിട്ട് മർദ്ദിക്കുമായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹു ദീൻ ഉപേക്ഷിക്കാൻ വേണ്ടി. പക്ഷെ ദീനിൽ ഉറച്ചു നിന്നു. അങ്ങനെ അദ്ദേഹം പീഡനങ്ങളും മർദ്ദനങ്ങളും സഹിക്കാൻ സാധിക്കാതെ ഹിജ്റ പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മകളായ റുഖയ്യ റളിയല്ലാഹു അൻഹയെയും കൂട്ടി, അവർ വിവാഹം കഴിച്ച് അവരെയും കൂട്ടി ഹിജ്റ പോയി. നമുക്കറിയാം, ആദ്യം ഹിജ്റ പോയത് സഹാബത്ത് ഹബശയിലേക്കായിരുന്നു, എത്യോപ്യയിലേക്ക്. അങ്ങനെ അദ്ദേഹം ഹിജ്റ പോയി. നുബുവത്തിന്റെ 5-ാം വർഷം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയാദിന്റെ 5-ാമത്തെ വർഷമാണ് ഹബശയിലേക്കുള്ള ഹിജ്റ ഉണ്ടാകുന്നത്, ആദ്യത്തെ ഹിജ്റ. അതിൽ ഒന്നാമത് പോയ ആളാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അവര് കടൽ തീരത്തേക്ക് പോയി. കടൽ തീരം എന്ന് പറഞ്ഞാൽ മക്കയിൽ നിന്ന് ചിലപ്പോൾ ഇന്നത്തെ ജിദ്ദയായിരിക്കും. അവിടെ പോയി, അവിടെ ഒരു കപ്പൽ കണ്ടു. എങ്ങോട്ടാണ് പോകുന്നതെന്ന് അവർക്കറിയില്ല, അല്ലെങ്കിൽ അവർക്ക് മുൻപ് പോയി പരിചയമില്ല ഹബശയിലേക്ക്. അങ്ങനെ ദൂരെ ഈ നാട്ടിൽ ഹബശയിലെ ഒരു നീതിമാനായ ഭരണാധികാരിയുണ്ട്, എത്രമാത്രമേ അറിയുള്ളൂ. നസ്രാണിയായ അസ്ഹമ എന്ന് പറയുന്ന ഒരു ഭരണാധികാരി, രാജാവ് അവിടെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയാൽ സമാധാനമായി ജീവിക്കാം, മുസ്ലിമായി ജീവിക്കാം, ഇത് മാത്രമേ അവർക്കറിയൂ. അങ്ങനെ ഈ കടൽക്കരയിൽ അവർ ചെന്ന് കപ്പൽ കണ്ടു. ഓരോരുത്തർക്കും 1/2 ദീനാർ വേണം കടൽ കടക്കാൻ വേണ്ടി. അങ്ങനെ ഈ പൈസ കൊടുത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സഹാബത്തും ഹിജ്റ പോയി. പിന്നീട് അവർ എത്യോപ്യയിൽ ജീവിക്കുന്ന സമയത്ത് ഒരു വാർത്ത പരന്നു, ഖുറൈശികളൊക്കെ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. അറിയപ്പെട്ടൊരു സംഭവമാണ്. ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പാരായണം ചെയ്യുന്നത് കേട്ട് എല്ലാവരും കൂടി സുജൂദ് ചെയ്ത് പോയി, ഖുർആൻ്റെ ഭംഗി കേട്ട്. ഈ വാർത്ത നാട്ടിലൊക്കെ പരന്നു. അപ്പോൾ അവിടെ എത്തിയപ്പോൾ, എത്യോപ്യയിലെത്തിയപ്പോൾ വാർത്ത എന്താണ്? ഖുറൈശികളൊക്കെ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് അവരറിഞ്ഞത്. അന്നത്തെ കാലത്ത് അത് ഉറപ്പുവരുത്താനുള്ള സംവിധാനങ്ങളില്ല. അങ്ങനെ എല്ലാവരും കൂടി മടങ്ങി വന്നപ്പോഴാണ് അവർക്ക് അബദ്ധം മനസ്സിലായത്. വീണ്ടും ഖുറൈശികൾ അവരെ ഉപദ്രവിക്കാൻ തുടങ്ങി. അങ്ങനെ രണ്ടാമത് വീണ്ടും ഹബശയിലേക്ക് ഹിജ്റ പോയി. അതിലും ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. പിന്നീട് മദീനയിലേക്കും അദ്ദേഹം ഹിജ്റ പോയി. അങ്ങനെ 3 ഹിജ്റ ചെയ്തിട്ടുള്ള ആളാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. അപ്പോൾ വലിയൊരു കച്ചവടക്കാരനും ഖുറൈശികളുടെ നേതാവും കൂട്ടത്തിൽ ഏറ്റവും ഉയർന്ന പരമ്പരയുള്ള ആളും മുന്തിയ തറവാട്ടിലൊക്കെ ജനിച്ചിട്ടും ഇങ്ങനെ 3 പ്രാവശ്യം തൻ്റെ ദീൻ സംരക്ഷിക്കാൻ വേണ്ടി നാട് വിടേണ്ടി വന്നു. ദീനിൻ്റെ പേരിൽ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. ഒരുപാട് ത്യാഗങ്ങൾ അദ്ദേഹം സഹിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മഹത്വം ധാരാളമുണ്ട്. 3-ാമത്തെ ഖലീഫയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിൻഗാമികളായി ഭരണം നടത്തിയ 3-ാമത്തെ ഖലീഫയാണ് അദ്ദേഹം. അതുപോലെ ദുന്നൂറൈൻ 2 മക്കളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വിവാഹം കഴിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ചരിത്രകാരന്മാർ പറയുന്നത്, ലോകത്ത് ഒരിക്കലും ഒരു വ്യക്തിയും ഒരു നബിയുടെ 2 മക്കളെ വിവാഹം കഴിച്ചിട്ടില്ല. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല, ലോക ചരിത്രത്തിൽ അല്ലാഹു തആല പറഞ്ഞ ഒരു നബിയുടെയും 2 പെൺകുട്ടികളെ ഒരാൾ വിവാഹം കഴിച്ചിട്ടില്ല, ഉസ്മാൻ റളിയല്ലാഹു അൻഹു അല്ലാതെ. മറ്റൊരാൾക്കും ഉണ്ടാവാത്തൊരു ഭാഗ്യമാണിത്. അതുപോലെ തന്നെ 2 ഹിജ്റ ചെയ്തിട്ടുണ്ട്, 2 നാടുകളിലേക്ക് ഹിജ്റ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള പ്രത്യേകതകളൊക്കെ ഉണ്ട്. അതുപോലെ ഈ 10 പേരിൽപ്പെട്ട ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലതവണ അദ്ദേഹത്തിന് സ്വർഗ്ഗമുണ്ട് എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഷഹീദാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചിട്ടുണ്ട്. ആ സംഭവം നമ്മൾ പറഞ്ഞു, ഉഹദ് മലയുടെ മുകളിൽ കയറിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സംഭവം. അതുപോലെ അദ്ദേഹത്തിന് സ്വർഗം ലഭിക്കുക ഒരു വലിയ പരീക്ഷണം കടന്നിട്ടായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ പരീക്ഷണം എന്താണെന്ന് അദ്ദേഹത്തിന്റെ ചരിത്രം അവസാനമാകുമ്പോൾ നമുക്ക് മനസ്സിലാവും. അത് കേട്ടപ്പോൾ അദ്ദേഹം അല്ലാഹുൽ മുസ്തആൻ, അള്ളാഹു സഹായിക്കട്ടെ എന്ന് പറഞ്ഞതായി ഹദീസിൽ വന്നിട്ടുണ്ട്. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദർ യുദ്ധത്തിന് പുറപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളായ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഭാര്യ റുഖയ്യ റളിയല്ലാഹു അൻഹ രോഗിയായിരുന്നു.
അങ്ങനെ അവരെ ശുശ്രൂഷിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉസ്മാൻ റളിയല്ലാഹുവിനെ ആക്കി. യുദ്ധത്തിന് പുറപ്പെടേണ്ടതില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ചില ആളുകൾ പിൽക്കാലത്ത് ഖവാരിജുകളൊക്കെ ഉസ്മാൻ റളിയല്ലാഹുവിനെ കുറ്റം പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ്. ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല. അതിന് കാരണമുണ്ട്. ഭാര്യ രോഗിയായിരുന്നു. അത് സാധാരണ ഒരു രോഗമല്ല. ആ യുദ്ധം കഴിഞ്ഞ് മടങ്ങി വന്ന ഉടനെ തന്നെ അവർ മരണപ്പെട്ടു. അപ്പോൾ മരണം അടുത്തിട്ടുള്ള ഒരവസ്ഥയിലായിരുന്നു അവരുടെ ഭാര്യ. അതിൻ്റെ പേരിലാണ് യുദ്ധത്തിൽ പങ്കെടുക്കാതിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്? ബദർ യുദ്ധത്തിലെ സ്വത്ത് യുദ്ധം മുതൽ ഗനീമത്ത് വീതിച്ചപ്പോൾ ഉസ്മാൻ റളിയല്ലാഹുവിന് ഒരു ഓഹരി കൊടുത്തിട്ടുണ്ട്. കാരണം യുദ്ധത്തിൽ പങ്കെടുക്കാൻ അത്രയും ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഈ ഒരു കാരണം കൊണ്ടാണ് പങ്കെടുക്കാതിരുന്നത്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹുദൈബിയ സന്ധിയുടെ സമയത്ത് നമുക്കറിയാം, മദീനയിൽ നിന്ന് സ്വഹാബത്ത് ഉംറ ചെയ്യാൻ വേണ്ടി പുറപ്പെട്ടു. മക്കയുടെ അടുത്തെത്തിയപ്പോൾ മുശ്രിക്കുകൾ തടഞ്ഞു. അങ്ങനെ അവരുമായി ഉണ്ടായ സന്ധിയാണ് ഹുദൈബിയ. ആ സമയത്ത് മുശ്രിക്കുകളുമായി സംസാരിക്കാൻ വേണ്ടി മക്കയിലേക്ക് ഒരു സന്ധി സംഭാഷണത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞയച്ച ആളാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. കാരണം അത്രയും അവർക്കിടയിൽ സ്വീകാര്യനായിരുന്നു അദ്ദേഹം. അവർ സംസാരിക്കാൻ വേണ്ടി തയ്യാറാകും അദ്ദേഹം ചെന്നാൽ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ പറഞ്ഞയച്ചു. അവരദ്ദേഹത്തെ കൊന്നുകളഞ്ഞു എന്നൊരു വാർത്ത വരുന്നു. അത് കേട്ടപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാക്കിയുള്ള സ്വഹാബത്തിനൊക്കെ വിളിച്ചുകൂട്ടി ബൈഅത്ത് റിദ്വാൻ എന്ന ഉടമ്പടി ചെയ്യുന്നത്. അഥവാ മരണം വരെ മുശ്രിക്കുകളുമായി യുദ്ധം ചെയ്യും എന്നുള്ളൊരു കരാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാങ്ങി. അതിന് കാരണം ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടു എന്ന ഈ വാർത്തയായിരുന്നു. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ മഹത്വങ്ങളാണ്. അതുപോലെ നേരത്തെ നമ്മൾ പറയുകയുണ്ടായി, അദ്ദേഹം വളരെയധികം ലജ്ജയുള്ള ഒരാളായിരുന്നു. ഇസ്ലാം ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള സ്വഭാവമാണ് ലജ്ജ എന്ന് പറയുന്നത്. ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്, ലിക്കുല്ലി ദീനിൻ ഖുലുഖുൻ. ഓരോ ദീനിനും ഒരു സ്വഭാവം ഉണ്ടാകും. അല്ല, എല്ലാ ദീനുകൾക്കും ഒരു അറിയപ്പെട്ട സ്വഭാവം ഉണ്ടാകും. വഖുലുഖുൽ ഇസ്ലാം അൽ ഹയ. ഇസ്ലാമിൻ്റെ സ്വഭാവം ലജ്ജയാണ്. അപ്പോൾ കുറച്ച് നാണം ഉണ്ടാവുക എന്നുള്ളത് അത് ഒരാൾ പൂർണ്ണ മുസ്ലിമാണെന്നുള്ളതിൻ്റെ തെളിവാണ്, അടയാളമാണ്. അതൊരു കുറവല്ല, അത് ഒരാളുടെ ഒരു മഹത്വമാണ് ലജ്ജയുണ്ടാകുക എന്നുള്ളത്. ലജ്ജ എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസാരത്തിലും പ്രവൃത്തികളിലും നമ്മുടെ രൂപത്തിലും ഒക്കെ ലജ്ജ ഉണ്ടായിരിക്കണം. സംസാരത്തിലെന്ന് പറഞ്ഞാൽ പറയുന്ന വാക്കുകൾ മാന്യമായിരിക്കണം. ചില ആളുകൾ മാതാപിതാക്കളുടെ മുന്നിൽ അല്ലെങ്കിൽ ഉസ്താദന്മാരുടെ മുന്നിൽ, നമ്മൾ ബഹുമാനിക്കേണ്ട ആളുകളുടെ മുന്നിൽ അവിടെ പോലും തെറിയും മറ്റു വാക്കുകളൊക്കെ പറയും. നമ്മൾ ഒറ്റക്കാണെങ്കിൽ പോലും പറയാൻ പാടില്ലാത്ത വാക്കുകൾ. അപ്പോൾ അത് ലജ്ജക്കെതിരാണ്. അതുപോലെ തന്നെ മോശമായ പ്രവൃത്തികൾ ആളുകളുടെ മുന്നിൽ വെച്ച് ഒറ്റക്കാണെങ്കിലും അള്ളാഹുവിൻ്റെ മുന്നിൽ നമ്മൾ ലജ്ജ കാണിക്കണം. ഇനി ഏറ്റവും സ്വകാര്യതയുള്ള അവസ്ഥയിലാണെങ്കിൽ പോലും നമ്മൾ ലജ്ജ കാണിക്കണം. കാരണം അള്ളാഹു നമുക്ക് കാണുന്നുണ്ട്. അതുപോലെ നമ്മുടെ രൂപത്തിൽ ലജ്ജ വേണം. നമ്മുടെ വസ്ത്രത്തിൽ, നമ്മുടെ നടത്തം, വിരുത്തം, അതിലൊക്കെ ലജ്ജയോടുകൂടിയായിരിക്കണം. മോശമായ ആളുകൾ കണ്ടാൽ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റം ഉണ്ടാകാൻ പാടില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു അറിയപ്പെട്ടൊരു സ്വഭാവമാണത്, ലജ്ജ എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ വീട്ടിലിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടുത്തെ വസ്ത്രം, അരയിലെടുത്ത മുണ്ട് കുറച്ച് സ്ഥാനം തെറ്റിയാണ് കിടക്കുന്നത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു കയറി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നും ചെയ്തില്ല. ഉമർ റളിയല്ലാഹു അൻഹു കയറി വന്നപ്പോഴും ഒന്നും ചെയ്തില്ല. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കയറി വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ത്രം നേരെയാക്കി. അപ്പോൾ ഒരാൾ ചോദിച്ചു, നേരത്തെ രണ്ടുപേര് വന്നപ്പോൾ ഈ വസ്ത്രം ശരിയാക്കിയില്ല, പിന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വന്നപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ശരിയാക്കിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ അസ്തഹി മിൻ റജുലിൻ തസ്തഹി മിൻഹുൽ മലായിക. മുസ്ലിം ഉദ്ധരിച്ച സ്വഹീഹായ ഹദീസാണ്. മലക്കുകൾ ഒരാളെ കണ്ടാൽ നാണിക്കും, അങ്ങനെയുള്ള ഒരാളെ കാണുമ്പോൾ ഞാനും നാണിക്കണ്ടേ എന്ന് ചോദിച്ചു. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ലജ്ജ അത്രയും കൂടുതലായതുകൊണ്ട് മലക്കുകൾക്ക് പോലും അദ്ദേഹത്തെ കാണുമ്പോൾ നാണമാണ്. നമ്മൾ സാധാരണ അങ്ങനെയാണല്ലോ, വളരെ സൂക്ഷ്മതയോടെ നടക്കുന്ന, മാന്യമായി നടക്കുന്ന ഒരാളെ കാണുമ്പോൾ നമുക്കും ഒരു നാണം തോന്നും. അയാളുടെ മുന്നിൽ നമുക്ക് ലജ്ജ തോന്നും. അപ്പോൾ മലക്കുകൾക്ക് പോലും അദ്ദേഹത്തോട് ലജ്ജയാണ്. അപ്പം എത്രമാത്രം അദ്ദേഹം സ്വകാര്യ ജീവിതത്തിൽ പോലും ലജ്ജയോടുകൂടിയായിരിക്കും പെരുമാറിയിട്ടുണ്ടാവുക എന്നീ സംഭവത്തിന് മനസ്സിലാക്കാം. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗം ഉറപ്പുകൊടുത്ത കുറേ സംഭവങ്ങളുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അത്തരത്തിൽപ്പെട്ടൊരു സംഭവമാണ് ബിഉറു റൂമ എന്ന് പറയുന്ന കിണർ അദ്ദേഹം വിലക്ക് വാങ്ങിയ സംഭവം. അതെന്തായിരുന്നു? മദീനയിൽ ഹിജ്റ പോയി മുസ്ലിമീങ്ങൾ താമസമാക്കിയപ്പോൾ മക്കയിൽ നിന്നുള്ള മുഹാജിറുകൾ മദീനയിൽ വന്നപ്പോൾ മദീനയിൽ കുടിവെള്ളം കിട്ടുന്ന ഒരു കിണർ മാത്രമേ ഉള്ളൂ. ആവശ്യം നോക്കുക, ഒരു നാട്ടിൽ വെള്ളം കുടിക്കാൻ പറ്റുന്ന ഒരൊറ്റ കിണറുള്ളൂ, ബിഉറു റൂമ എന്നറിയപ്പെടുന്ന ഒരു കിണർ. ആ കിണറ്റിൽ നിന്ന് വെള്ളം കുടിക്കണമെങ്കിൽ പൈസ കൊടുക്കണം. ഒരു യഹൂദിയുടെ അടുത്തായിരുന്നു ആ കിണർ. മുസ്ലിമീങ്ങൾക്ക് ഈ കിണറിൽ നിന്ന് വെള്ളം കുടിക്കാൻ പൈസ കൊടുക്കണം. അങ്ങനെ അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ യശ്തരി ബിഉറു റൂമ, ആരാണോ ബിഉറു റൂമ വിലക്ക് വാങ്ങുന്നത്, ഫയജ്അലു ദൽവഹു മഅ ദിലാഇൽ മുസ്ലിമീൻ, എന്നിട്ട് തനിക്ക് സ്വന്തമാക്കാതെ തൻ്റെ തൊട്ടിലും, കിണറ്റിൽ നിന്ന് വെള്ളം മുക്കാൻ ഉപയോഗിക്കുന്ന തൊട്ടി, അതും മറ്റുള്ള മുസ്ലിമീങ്ങളെപ്പോലെ തന്നെ ആക്കുന്നത് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അതിൽ ഒരേ അവകാശം വകവെച്ചു കൊടുക്കുന്നത് ആരാണോ, ബിഖൈരിൻ ലഹു മിൻഹാ ഫിൽ ജന്ന,
അതിനേക്കാൾ നല്ലത് സ്വർഗത്തിൽ കിട്ടും എന്ന അടിസ്ഥാനത്തിൽ, എന്ന വ്യവസ്ഥയോടുകൂടി ഇത് ചെയ്യാൻ ആരാണുള്ളത് എന്ന് ചോദിച്ചു. അപ്പം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അത് വാങ്ങി. അദ്ദേഹം അത് വില കൊടുത്ത് വാങ്ങി മുസ്ലിമീങ്ങൾക്ക് വേണ്ടി വഖഫ് ചെയ്തു. അതുപോലെ തന്നെ തബൂക്ക് യുദ്ധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനോട് അടുത്ത കാലത്ത് നടന്ന ഒരു യാത്രയായിരുന്നു. യുദ്ധം ഒരു ഏറ്റുമുട്ടലിലേക്ക് എത്തിയിട്ടില്ല, പക്ഷേ യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടതായിരുന്നു തബൂക്ക്. ആ യുദ്ധം അറിയപ്പെടുന്നത് തന്നെ ജയ്ഷുൽ ഉസ്ര എന്നാണ്. ആ സൈന്യം പ്രയാസത്തിന്റെ സൈന്യം, പറഞ്ഞാൽ വളരെ പ്രയാസകരമായ അവസ്ഥയിലായിരുന്നു മുസ്ലിമീങ്ങൾ ആ യുദ്ധത്തിന് പുറപ്പെട്ടത്. ആ സൈന്യം ഒരുക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ജഹസ ജയ്ഷൽ ഉസ്ര ഫലഹുൽ ജന്ന. ആരാണോ ഈ സൈന്യത്തെ ഒരുക്കുന്നത്, തബൂക്കിലേക്കുള്ള സൈന്യത്തെ ഒരുക്കുന്നത്, അവന് സ്വർഗമുണ്ടെന്ന് പറഞ്ഞു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു 1000 ദീനാർ കൊണ്ടുവന്നു, 1000 സ്വർണ്ണ നാണയം. എന്നിട്ട് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മടിയിലിട്ട് കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മടിയിലുള്ള ആ പണം ഇങ്ങനെ ഇളക്കി മറിച്ചുകൊണ്ട് പറഞ്ഞു, മാ അദറ ഉസ്മാന മാ അമില ബഅദൽ യൗം. ഈ ദിവസം കഴിഞ്ഞിട്ട് നാളെ മുതൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്താലും അദ്ദേഹത്തിന് ഒരു കുഴപ്പവും വരികയില്ല എന്ന് പറഞ്ഞാൽ, ഈ ഒരു പുണ്യം കാരണം അല്ലാഹു തആല അദ്ദേഹത്തെ സംരക്ഷിക്കും. അദ്ദേഹം എന്ത് ചെയ്താലും അള്ളാഹു പുറത്തു കൊടുക്കും എന്നർത്ഥം. അല്ലെങ്കിൽ അള്ളാഹു തആല അദ്ദേഹത്തെ തെറ്റുകളിൽ നിന്ന് സംരക്ഷിക്കുമെന്നായിരിക്കാം. എന്തായാലും അദ്ദേഹത്തിന് ഒരു അപകടവും വരാൻ പോകുന്നില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുപോലെ അദ്ദേഹം ഈ യുദ്ധത്തിന് 300 ഒട്ടകങ്ങളെയും സംഭാവന ചെയ്തു. 300 ഒട്ടകങ്ങളെ, ആ ഒട്ടകത്തിന്റെ മൂക്ക് കയറും കെട്ടാനുള്ള കയറും അങ്ങനെ എല്ലാ വസ്തുക്കളും അടക്കം 300 ഒട്ടകങ്ങളെ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന് കൊടുത്തു. അതുപോലെ മറ്റൊരിക്കൽ മസ്ജിദ് നബവി വികസിപ്പിക്കാൻ വേണ്ടി കുറച്ച് സ്ഥലം വേണ്ടി വന്നു. ആളുകൾ നമസ്കരിക്കാൻ സ്ഥലമില്ല മസ്ജിദ് നബവി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മയ്യശ്തരി ബുഖഅത ആലി ഫുലാൻ, മസ്ജിദിന്റെ അടുത്തുള്ള ഇന്ന കുടുംബക്കാർ, അവരുടെ ഈ സ്ഥലം ആരാണ് വാങ്ങിത്തരിക, ഫയസീദഹ ഫിൽ മസ്ജിദ്, എന്നിട്ട് മസ്ജിദ് അങ്ങോട്ട് വികസിപ്പിക്കുക, ബിഖൈരി മിൻഹ ഫിൽ ജന്ന, അവൻ അതിനേക്കാൾ നല്ലത് സ്വർഗത്തിൽ കിട്ടും. അങ്ങനെ ചെയ്യാൻ ആരുണ്ട്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു അത് വാങ്ങി. ഇങ്ങനെ ഒരുപാട് സംഭാവനകൾ അദ്ദേഹം ഇസ്ലാമിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സമ്പത്ത്, അതുപോലെ അദ്ദേഹത്തിന്റെ സ്ഥാനമാനങ്ങൾ, ഇതൊക്കെ അദ്ദേഹം ദീനിന്റെ ഖിദ്മത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ചു. അതുകൊണ്ട് അദ്ദേഹത്തിന് സ്വർഗ്ഗ വിശ്വാസത്തിന് ഉറപ്പ് കൊടുത്തു. അദ്ദേഹത്തിന്റെ ചില മഹത്വങ്ങൾ അദ്ദേഹം തന്നെ എണ്ണി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, വലഖദ് ഇഖ്തബഅതു ഇൻദ റബ്ബി 10, 10 കാര്യങ്ങൾ ഞാൻ എൻ്റെ റബ്ബിന്റെ അടുക്കൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അഥവാ 10 കാര്യങ്ങളാണ് ഞാൻ ചെയ്തിട്ടുള്ള ഏറ്റവും സ്വാലിഹായ അമലുകൾ. ഇന്നി ലറാബിഉ 4 ഫിൽ ഇസ്ലാം, ഒന്നാമത്തെ കാര്യം, ഞാൻ ഇസ്ലാം സ്വീകരിച്ച 4ാമത്തെ വ്യക്തിയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ തുടങ്ങിയപ്പോൾ അത് സ്വീകരിച്ച ആദ്യത്തെ 4 ആളുകളിൽ 4ാമത്തെ ആളാണ് ഞാൻ. വജഹസ്തു ജയ്ഷൽ ഉസ്ര, തബൂക്ക് യുദ്ധത്തിനുള്ള ഈ സൈന്യത്തെ ഞാനാണ് ഒരുക്കിയത്. വലഖദ് തമന്നി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല ഇബ്നതിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ മകളെ ഒരു അമാനത്തായി എന്നെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്, വിവാഹം കഴിപ്പിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുക, നമുക്ക് വിവാഹം കഴിച്ചു തരിക എന്നുള്ളത് ഒരു അമാനത്താണ്. അങ്ങനെയാണ് അദ്ദേഹം കണ്ടിട്ടുള്ളത്. ഈ തമനനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല ഇബ്നതിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളെ എന്നെയാണ് ഏൽപ്പിച്ചത്. സുമ്മ തൂഫിയത് ഫഅൻകഹനിൽ ഉഖ്റ, അവർ മരണപ്പെട്ടപ്പോൾ അടുത്ത മകളെ എനിക്ക് വിവാഹം കഴിപ്പിച്ചു തന്നു. വല്ലാഹി, അല്ലാഹുവാണ് സത്യം, മാ സനൈതു വലാ സറഖ്തു ഫി ജാഹിലിയത്തിൻ വലാ ഇസ്ലാം, ജാഹിലിയ കാലത്തോ മുസ്ലിം ആയതിനു ശേഷമോ ഞാൻ മോഷ്ടിക്കുകയോ വ്യഭിചരിക്കുകയോ ചെയ്തിട്ടില്ല. വലാ തമന്നൈതു വലാ തഗന്നൈതു വലാ തമന്നൈതു, ഞാൻ പാട്ട് പാടിയിട്ടില്ല. വലാ തമന്നൈതു, തമന്ന എന്ന് പറഞ്ഞാൽ ആഗ്രഹിച്ചു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇസ്ലാം ഉപേക്ഷിച്ചാലോ എന്നുള്ളൊരു ആഗ്രഹം, ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നിട്ടില്ല. ദീനിൽ നിന്ന് പിന്മാറിയാലോ എന്ന ഒരു ശക്ക് എൻ്റെ മനസ്സിൽ തോന്നിയിട്ട് പോലുമില്ല. വലാ മസസ്തു ബിയമീനി ഫർജി മുദ്ബായഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബൈഅത്ത് കൊടുത്തതിന് ശേഷം ആ കൈകൊണ്ട്, വലത് കൈകൊണ്ട് ഞാൻ എൻ്റെ സ്വകാര്യ ഭാഗങ്ങൾ തൊട്ടിട്ടില്ല. ആ കൈ ബൈഅത്ത് ചെയ്ത കൈയാണല്ലോ എന്ന് ഓർത്തിട്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൊട്ട കൈയാണല്ലോ എന്ന് ഓർത്തിട്ട്. വലഖദ് ജമഅതുൽ ഖുർആന അലാ അഹ്ദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഞാൻ ഖുർആൻ ഹിഫ്ലാക്കിയിട്ടുണ്ട്. റസൂൽ വഫാത്താകുന്നതിന് മുമ്പ്. ആലോചിച്ച് നോക്കൂ, ഖുർആൻ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അപ്പം ഹിഫ്ലാക്കി, ഇത് മുഴുവനാകട്ടെ എന്നിട്ട് നോക്കാം എന്നൊന്നും വിചാരിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നതിന് മുമ്പ് തന്നെ ഖുർആൻ പൂർണ്ണമായി ഹിഫ്ലാക്കിയിട്ടുണ്ട്. വലാ മറത് ബി ജുമുഅത്തുൻ ഇല്ലാ വഅന ഉഅ്തിഖു റഖബതൻ മുദ് അസ്ലംതു, ഞാൻ ഇസ്ലാം സ്വീകരിച്ചത് മുതൽ ഒരാഴ്ചയിൽ ഒരടിമയെ ഞാൻ മോചിപ്പിച്ചിട്ടുണ്ടാകും. വെള്ളിയാഴ്ച ഒരടിമയെ മോചിപ്പിക്കും. ഒരടിമ എന്ന് പറഞ്ഞാൽ വലിയ വില കൊടുത്തിട്ടാണ് വാങ്ങുക. അത് ഓരോ ആഴ്ചയും ചെയ്യും. ഇല്ല അൻ ലാ അജിദ ഫി തിൽക്കൽ ജുമുഅ, ചിലപ്പോൾ ചില വെള്ളിയാഴ്ച, ചില ആഴ്ചകളിൽ എനിക്ക് സാധിക്കുകയില്ല, കയ്യിൽ പണം ഉണ്ടാവുകയില്ല. അങ്ങനെ സംഭവിച്ചാൽ സുമ്മ ഉഅ്തിഖു ലിതിൽക്കൽ ജുമുഅതി ബഅദ്, അതിന് പകരം ഞാൻ പിന്നെ ഒരിക്കൽ പൈസ ഉണ്ടാകുമ്പോൾ അധികം ഒന്ന് മോചിപ്പിക്കും. അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു വഫാത്താകുമ്പോൾ
അടുത്ത ഖലീഫയെ തിരഞ്ഞെടുക്കാനുള്ള 6 പേരുടെ ഷൂറ, അതിലൊരു അംഗമായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അവരുടെ കൂട്ടത്തിൽ നിന്നാണ് ഖലീഫയെ തിരഞ്ഞെടുക്കേണ്ടത് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു വഫാത്തായി 3 ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം 68 വയസ്സാണ്. 68 വയസ്സായിട്ടുണ്ട്. ആ സമയത്താണ് അദ്ദേഹം ഖിലാഫത്ത് ഏറ്റെടുക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തെ ഉമർ റളിയല്ലാഹു അൻഹു നിശ്ചയിച്ച ഷൂറ കൂടി അദ്ദേഹത്തെ ഖലീഫയായി തിരഞ്ഞെടുത്തു. അദ്ദേഹത്തിന്റെ കാലത്ത്, അദ്ദേഹം ഖലീഫയായിരിക്കുന്ന കാലത്ത് ഒരുപാട് നാടുകൾ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്, ഒരുപാട് രാജ്യങ്ങളെ കീഴടക്കിയിട്ടുണ്ട്. അതുപോലെ ഇസ്ലാമിക രാജ്യം സാമ്പത്തികമായി വളരെയധികം വികസിച്ചിട്ടുണ്ട്. അദ്ദേഹമാണ്, നമുക്കറിയാം, മുസ്ഹഫ് രണ്ടാമത് ക്രോഡീകരിച്ചത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ക്രോഡീകരിച്ചിരുന്നു. അതിനുശേഷം അദ്ദേഹം ആളുകളുടെ കയ്യിലുള്ള മുസ്ഹഫിന്റെ പ്രതികളൊക്കെ ശേഖരിച്ച് അത് പരിശോധിച്ച് അതിൻ്റെ കോപ്പികൾ, ശരിയായ ഒരു കോപ്പി തയ്യാറാക്കി അതിൽ നിന്ന് 6 or 7 കോപ്പികൾ എഴുതിയുണ്ടാക്കി അത് പല നാടുകളിലേക്കായി കൊടുത്തയച്ചു. ബാക്കി ആരുടെയൊക്കെ കയ്യിൽ മുസ്ഹഫുകൾ ഉണ്ടായിരുന്നു അതൊക്കെ ശേഖരിച്ച് അദ്ദേഹം കത്തിച്ചു കളഞ്ഞു, മുസ്ഹഫിൽ ഇല്ലാത്തതൊന്നും കടത്തിക്കൂടാതിരിക്കാൻ വേണ്ടി. അങ്ങനെ മുസ്ഹഫ് ക്രോഡീകരിച്ച് അത് വിതരണം ചെയ്യുക എന്നുള്ള ഒരു വലിയ കാര്യം അദ്ദേഹം ചെയ്തു. ഖുർആൻ അദ്ദേഹം ഹിഫ്ളാക്കിയിരുന്നു. അതുപോലെ വലിയൊരു ആലിമായിരുന്നു അദ്ദേഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ഇറങ്ങുമ്പോൾ, ഖുർആൻ ഇറങ്ങുമ്പോൾ ആ ഖുർആൻ എഴുതി വെച്ചിരുന്ന ഒരാളായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെക്കുറിച്ച് മുഹമ്മദ് ഇബ്നു സീരീൻ റഹിമഹുല്ലാ പറഞ്ഞത്, കാന അഅലമുഹും ബിൽ മനാസികി ഉസ്മാൻ. സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഹജ്ജിന്റെ വിധിവിലക്കുകൾ, ഹജ്ജിന്റെ ഫിഖ്ഹ് ഏറ്റവും കൂടുതൽ അറിയുന്നയാൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആയിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം ഇബാദത്തിന്റെ പേരിൽ അറിയപ്പെട്ട ആളായിരുന്നു. അങ്ങനെ സാമ്പത്തികമായ ഖിദ്മത്ത് ചെയ്യുന്ന ആൾ മാത്രമല്ല, അതിൻ്റെ ഒപ്പം അദ്ദേഹം വളരെയധികം ഇൽമുള്ള ആളായിരുന്നു. അതോടൊപ്പം രാഷ്ട്രീയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള അറിവും അർഹതയും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ കൂടെ വലിയൊരു ആബിദായിരുന്നു അദ്ദേഹം. അദ്ദേഹം ഒരു ദിവസം ഒറ്റ റക്അത്തിൽ ഖുർആൻ ഖത്തം തീർത്തതായി ചരിത്ര ഗ്രന്ഥങ്ങളിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അത്രമാത്രം വലിയ ഒരു ആബിദായിരുന്നു അദ്ദേഹം. അതുപോലെ വളരെ വിനയാനിതനായ വ്യക്തിയായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഖലീഫയായിരിക്കുന്ന സമയത്ത് പകല് ഉച്ചക്ക് ഉറങ്ങാൻ അദ്ദേഹം പള്ളിയിലേക്കാണ് പോവുക. മസ്ജിദ് നബവിയിൽ കിടന്നിട്ടാണ് അദ്ദേഹം ഉറങ്ങുക. അങ്ങനെ ആളുകൾ വന്നിട്ട് പറയും അമീറുൽ മുഅ്മിനീൻ എന്ന് അത്ഭുതപ്പെട്ടുകൊണ്ട് ആളുകൾ പറയുമായിരുന്നു. അതുപോലെ ജനങ്ങൾക്ക് അദ്ദേഹം കൊട്ടാരത്തിലുണ്ടാകുന്ന പോലെയുള്ള ഭക്ഷണം വിതരണം ചെയ്യും. എന്നിട്ട് അദ്ദേഹം വീട്ടിൽ പോയി സുർക്കയും അതുപോലെ ജെയ്ത്തുമൊക്കെ, എണ്ണയൊക്കെ കറിയാക്കിയിട്ടാണ് അദ്ദേഹം ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നത്. രാത്രി ഖിയാമുൽ ലൈൽ നമസ്കരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇശാ നമസ്കരിക്കാൻ വേണ്ടി രാത്രി സമയത്ത് അദ്ദേഹം പുറത്തുപോയി വെള്ളം കൊണ്ടുവരും. അറിയാം, പണ്ട് കാലത്ത് മദീനയിൽ തന്നെ ആകെ കൂടി ഒരു കിണറാണ് കുടിവെള്ളമുള്ളത്. അപ്പം അത്രയും വെള്ളത്തിന് പരിമിതിയുണ്ട്. കുറച്ച് ദൂരെ പോയിട്ടൊക്കെ വെള്ളം എടുത്തു വരേണ്ടി വരും. അപ്പോൾ രാത്രിയായാൽ അദ്ദേഹം ഒറ്റക്ക് പോയിട്ട് വെള്ളം എടുത്തു വരും വുളു ചെയ്യാൻ. ആരെങ്കിലും അദ്ദേഹത്തോട് നിങ്ങളുടെ ഖാദിമായിട്ടുള്ള സേവകന്മാരായിട്ടുള്ള ആരെങ്കിലും പറഞ്ഞയച്ചുകൂടെ എന്ന് ചോദിച്ചാൽ, അങ്ങനെ ചോദിക്കാൻ കാരണമുണ്ട്. നമുക്കറിയാം 68 വയസ്സായിട്ടാണ് ഖലീഫയായിട്ടുള്ളത്. അപ്പോൾ ഈ പ്രായത്തിൽ ഇങ്ങനെ പുറത്തുപോയി വെള്ളം എടുക്കണമെന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയും, ല അല്ലൈലു ലഹും യസ്തരീഹൂന ഫീഹി, രാത്രി അവരെ കൊണ്ട് പണിയെടുപ്പിക്കാൻ പാടില്ല, അവർ വിശ്രമിക്കാനുള്ളതാണ് രാത്രി എന്ന് അദ്ദേഹം പറയുമായിരുന്നു. അത്രയും വിനയാനിതനായ വ്യക്തിയായിരുന്നു അദ്ദേഹം. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ചില വാക്കുകളുണ്ട്, അദ്ദേഹത്തിന്റെ ചില അസറുകൾ, അദ്ദേഹം പറഞ്ഞ ചില ഉപദേശങ്ങൾ, അത് വളരെയധികം മനസ്സിൽ തട്ടുന്നതും പ്രധാനപ്പെട്ടതുമായ ചില വാക്കുകളാണ്. അതിൽപ്പെട്ട 3 ഖൗലുകൾ, അദ്ദേഹത്തിന്റെ 3 അസറുകൾ വായിക്കാം. ഇന്ന ഖുലൂബന ലൗ തഹറത്, അദ്ദേഹം പറയുമായിരുന്നു, നമ്മുടെ ഖൽബ് ശുദ്ധമായാൽ, നമ്മുടെ കൽബുകൾ, മനസ്സുകൾ ശുദ്ധമായിരുന്നെങ്കിൽ മാ ശബിഅനാ മിൻ കലാമി റബ്ബിന, അള്ളാഹുവിൻ്റെ കലാമിൽ നിന്ന്, അള്ളാഹുവിൻ്റെ കലാം വായിച്ചിട്ട് നമുക്ക് വിശപ്പ് മാറുമായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ ഓതിയാലും മടുക്കുമായിരുന്നില്ല. ഒരാളുടെ കൽബ് എത്ര നല്ലതാണോ അതിനനുസരിച്ചായിരിക്കും ഖുർആനുമായിട്ടുള്ള ബന്ധം. അത് നമുക്ക് തന്നെ അനുഭവിച്ചറിയാൻ പറ്റും. നമ്മുടെ മനസ്സിൽ പലതരത്തിലുള്ള രോഗങ്ങൾ, അസൂയായാലും പകയായാലും അല്ലെങ്കിൽ ദീനിൽ സംശയങ്ങളും മറ്റുണ്ടായാൽ, ഇങ്ങനെയുള്ള മനസ്സിനെ ബാധിക്കുന്ന രോഗങ്ങൾ ബാധിച്ചാൽ നമ്മൾ ഖുർആനുമായിട്ടുള്ള ബന്ധം വളരെ ദുർബലമായിരിക്കും. എന്നാൽ നമ്മുടെ മനസ്സിൽ യഖീനുണ്ട്, അതുപോലെ തന്നെ മറ്റുള്ളവരെക്കുറിച്ച് നല്ല വിചാരമുണ്ട്, ആരോടും പകയും വിദ്വേഷവും അസൂയയും ഒന്നുമില്ല. ഇങ്ങനെ ഖൽബിൻ്റെ രോഗങ്ങളിൽ നിന്ന് നമ്മൾ ശുദ്ധിയായാൽ നമുക്ക് ഖുർആൻ ഓതുന്നത് വർദ്ധിക്കും, അതിൻ്റെ അളവ് കൂടും, അത് നമുക്ക് എളുപ്പമാകും. അദ്ദേഹം പറഞ്ഞ വാക്കാണത്. മറ്റ് പല തടസ്സങ്ങളും നമ്മൾ സങ്കല്പിച്ചുണ്ടാക്കും. നമ്മുടെ ജോലിയാണ് കാരണം, മറ്റു പലതും ചിലപ്പോൾ നമ്മൾ പറയും, പക്ഷെ അതൊന്നും ശരിയല്ല യഥാർത്ഥത്തിൽ. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇവർക്കൊന്നും ഓതാൻ സാധിക്കുമായിരുന്നില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖലീഫയായിരുന്നു. ലോകത്തെ ഒരുപാട്, ഇന്നത്തെ കണക്കിൽ ഒരു പക്ഷേ 10-20 രാജ്യങ്ങളുടെ ഭരണാധികാരിയായിരിക്കും അദ്ദേഹം. അങ്ങനെയുള്ള സമയത്താണ് അദ്ദേഹം ഒരു രാത്രി ഖുർആൻ ഖത്തം തീർത്തിരുന്നത് റളിയല്ലാഹു അൻഹു അർദാ.
അതുപോലെ അദ്ദേഹം പറയുമായിരുന്നു, ഇന്നി ലഅക്റഹു അൻ യഅതിയ അലയ്യ യൗമുൻ ലാ അൻദുറു ഫിൽ മുസ്ഹഫ്. ഹാഫിളാണ്, ഹിഫ്ളിൽ നിന്ന് ഖുർആൻ ഓതാൻ കഴിയും, അങ്ങനെ ഖത്തം തീർക്കാൻ കഴിയും, പക്ഷേ മുസ്ഹഫിൽ നോക്കാത്ത ഒരു ദിവസം കടന്നു പോകുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല അദ്ദേഹം പറയുമായിരുന്നു. അപ്പോൾ മുൻഗാമികൾ ഹിഫ്ളുണ്ടെങ്കിലും മുസ്ഹഫിൽ നോക്കി ഖുർആൻ ഓതുമായിരുന്നു. അതാണ് ഏറ്റവും അഫ്ദൽ എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. നമ്മുടെ മനഃപ്പാടമുള്ള ഖുർആൻ ഓതുന്നതിനേക്കാൾ മുസ്ഹഫിൽ നോക്കി ഓതുന്നതാണ് ഉത്തമമെന്ന് പറഞ്ഞ പണ്ഡിതന്മാർ. അപ്പോൾ അതിന് ഒരു തെളിവ് കൂടിയാണ് ഈ സംഭവം. ഉസ്മാൻ റളിയല്ലാഹു അൻഹു മുസ്ഹഫിൽ നോക്കി ഓരോ ദിവസവും ഓതുമായിരുന്നു. അദ്ദേഹത്തിന് മറ്റൊരു വാക്ക്, മാ അസറ അഹദുൻ ശരീറത്തൻ, ഏതൊരാളും എന്തെങ്കിലും ഒരു രഹസ്യം മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല അബ്ദാഹ് അല്ലാഹു തആല, അള്ളാഹു ആ രഹസ്യം പുറത്തു കൊണ്ടുവരും. ഒരാൾക്കും മനസ്സിലൊരു രഹസ്യം കൊണ്ട് നടക്കാൻ സാധിക്കുകയില്ല അള്ളാഹു അത് പുറത്തു വിടാതെ. എങ്ങനെയാണ് പുറത്തു വരിക? അലാ സഫഹാത്തി വജിഹിഹി വ ഫലതാത്തി ലിസാനിഹി, അവൻ്റെ മുഖത്തിൻ്റെ ഭാവത്തിൽ, അതുപോലെ അവൻ്റെ നാവിൻ്റെ പിഴകളിലൂടെ ആയിട്ട്. മറച്ചു വെച്ച കാര്യങ്ങൾ അറിയാതെ മുഖത്ത് തെളിയും, മുഖഭാവത്തിലൂടെ. അതുപോലെ നാവിലൂടെ അറിയാതെ സംസാരത്തിനിടയിൽ പുറത്തു വരും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അദ്ദേഹം പറയുമായിരുന്നു, ഹമ്മുദ്ദുന്യാ ദുൽമത്തുൻ ഫിൽ ഖൽബ്, ദുനിയാവിനെ കുറിച്ചുള്ള ടെൻഷൻ, ദുനിയാവിനെ കുറിച്ചുള്ള ആശങ്കകൾ മനസ്സിനെ ബാധിക്കുന്ന ഇരുട്ടാണ്. നമ്മുടെ മനസ്സ് ഇരുട്ടിലായതുപോലെ ഉണ്ടാകും. വഹമ്മുൽ ആഖിറ, ആഖിറത്തിനെ കുറിച്ചുള്ള ആശങ്ക, നാളെ എന്താകും നമ്മുടെ അവസ്ഥ, സ്വർഗമാണോ നരകമാണോ, നമ്മുടെ സ്ഥാനം എന്തായിരിക്കും, നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തിട്ടുണ്ടാകുമോ ഇല്ലേ, ഈ ആഖിറത്തിൻ്റെ ആശങ്കകൾ ഒരാൾക്ക് വന്നാൽ നൂറുൻ ഫിൽ ഖൽബ്, അത് ഖൽബിൽ വെളിച്ചമായിരിക്കും. ഒരേ സമയത്ത് വിഷമമുണ്ടെങ്കിലും ആ വിഷമം ഒരു വെളിച്ചമായിരിക്കും, നമ്മൾ നന്മയിലേക്ക് നയിക്കും എന്നർത്ഥം. അദ്ദേഹത്തെ ശത്രുക്കൾ കൊല്ലുകയായിരുന്നു, അങ്ങനെയാണ് അദ്ദേഹം മരണപ്പെട്ടത്, കൊല്ലപ്പെട്ടയാളാണ്, ഷഹീദാണെന്ന് നമ്മൾ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചിട്ടുണ്ട് പലതവണ. അദ്ദേഹത്തിൻ്റെ മരണം എങ്ങനെയാണ് സംഭവിച്ചത്? ഹിജ്റ 35 അദ്ദേഹത്തിൻ്റെ ഖിലാഫത്തിൻ്റെ അവസാനത്തിൽ വലിയൊരു ഫിത്ന ഉണ്ടായി. ഇസ്ലാമിക സാമ്രാജ്യത്തിൻ്റെ പല ഭാഗത്ത്, മിസ്ർ, അതുപോലെ കൂഫ, ബസ്ര, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് കുറേ ആളുകൾ അദ്ദേഹത്തിനെതിരെ സംഘടിച്ചു. അവരുടെ നേതാവ് അബ്ദുല്ലാഹി ഇബ്നു സബ എന്ന് പറഞ്ഞൊരു യഹൂദിയായിരുന്നു, മുനാഫിഖ്, മുസ്ലിമാണെന്ന് അവകാശപ്പെട്ട് ഞാൻ ഇസ്ലാം സ്വീകരിച്ചെന്ന് പറഞ്ഞ് നടന്നിരുന്ന ഒരു മുനാഫിഖ്, ഒരു യഹൂദി. അവനാണ് ഖവാരിജികളുടെ തുടക്കക്കാരൻ, അബ്ദുല്ലാഹി ഇബ്നു സബ. ഈ വ്യക്തി ഇന്നത്തെ ഇറാഖും അതുപോലെ മിസ്റും ഒക്കെ ഉൾപ്പെടുന്ന സ്ഥലങ്ങളിൽ നിന്ന് കുറേ ആളുകളെ സംഘടിപ്പിച്ചു, കുറേ മുനാഫിക്കുകളും കുറേ ജാഹിലുകളും, ഇങ്ങനെയുള്ള ആളുകളെ, ഫിത്നക്കാരെ സംഘടിപ്പിച്ച്, കുറേ ചെറുപ്പക്കാരെ സംഘടിപ്പിച്ച് മദീനയിലേക്ക് അവർ വന്നു. 2000 ആളുകളുണ്ടായിരുന്നു, ആയുധങ്ങളുള്ള 2000 ആളുകൾ മദീനയിലേക്ക് വന്നു. അങ്ങനെ സഹാബത്തും ഇവരും തമ്മിൽ സംസാരമുണ്ടായി. ഉസ്മാൻ റളിയല്ലാഹുവിനെതിരെ കുറേ ആരോപണങ്ങളുമായിട്ടാണ് ഇവർ വരുന്നത്, അദ്ദേഹത്തിൻ്റെ ഭരണത്തിലെ പിഴവുകളും മറ്റുമൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ സഹാബത്ത് ഇവരുമായി സംസാരിച്ച് അവരെ മടക്കി അയച്ചു. അങ്ങനെ അവർ ഞങ്ങളുടെ നാടുകളിലേക്ക് മടങ്ങുകയാണ്, പിരിഞ്ഞു പോവുകയാണ് എന്ന് പറഞ്ഞ് അവർ മടങ്ങി. സഹാബത്തും മടങ്ങി. പക്ഷെ അവർ വഴിയിൽ വെച്ച് വീണ്ടും മദീനയിലേക്ക് തിരിച്ചു വന്നു. അങ്ങനെ അവർ മദീനയെ വളഞ്ഞു, മദീനക്ക് ചുറ്റും അവർ വലയം ചെയ്തു. അവരുടെ ഭൂരിപക്ഷം ആളുകളും, ഈ 2000-ൽ അധികം ആളുകളും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വീടിനടുത്താണ് തങ്ങിയത്. ബാക്കിയുള്ള ആളുകൾ മദീനയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് പോയി. അങ്ങനെ അവർ മദീനയിൽ ഒരു ഭയമുണ്ടാക്കി, ആളുകളെയൊക്കെ പേടിപ്പിച്ചു. അവർ പറഞ്ഞു, മൻ കഫ യദഹു ഫഹുവ ആമിൻ, ആയുധം എടുത്തു വെച്ച് കൈകെട്ടി നിൽക്കുന്നവർ രക്ഷപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് മദീനത്തുള്ള മറ്റു സഹാബിമാരെയൊക്കെ അവർ അടക്കി നിർത്തി. കാരണം 2000 സായുധരായ ആളുകളാണ് വന്നിട്ടുള്ളത്. അങ്ങനെ ആളുകളൊക്കെ വീട്ടിൽ തന്നെ ഇരിക്കാൻ തുടങ്ങി. കുറേ ദിവസം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാതെയായി. അങ്ങനെ ആളുകൾ വളരെ ആശങ്കയിലായിരുന്നു, എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും അറിയാത്തൊരവസ്ഥയായിരുന്നു. പക്ഷെ ഇങ്ങനെയൊക്കെ ആയിട്ടും ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹം തടങ്കലിലാണ്, വീട്ടുതടങ്കലിലാണ്. പക്ഷെ അദ്ദേഹം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങും, 5 വക്ത് പള്ളിയിൽ പോയി നമസ്കരിക്കും. അങ്ങനെ ഇമാം നിന്ന് നമസ്കരിക്കും, ജനങ്ങൾ പള്ളിയിൽ ജമാഅത്തിന് വരും, പിന്നെ വീടുകളിലേക്ക് പോകും. ആരെങ്കിലും വേറെ എന്തെങ്കിലും തരത്തിൽ ആയുധമെടുക്കാനോ മറ്റോ ശ്രമിച്ചാൽ ഇവരവരെ ആക്രമിക്കുന്നുള്ള അവസ്ഥയാണ്. അങ്ങനെ കുറേ ദിവസം ഈ ജമാഅത്ത് നമസ്കാരം മാത്രമായിട്ട് മദീനയിൽ കടന്നുപോയി. ജുമുഅ നമസ്കാരത്തിനും അവർ പള്ളിയിലേക്ക് വരും. അങ്ങനെ വീണ്ടും സഹാബത്ത് പോയി ഇവരോട് സംസാരിച്ചു, ഈ ഖവാരിജികളോട് സംസാരിച്ചു. പക്ഷെ അവർ മടങ്ങിപ്പോകാൻ തയ്യാറായില്ല. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരിക്കൽ ജുമുഅ നമസ്കരിക്കുന്ന സമയത്ത് ഈ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ എഴുന്നേറ്റ് നിന്ന് അദ്ദേഹത്തെ കുറേ തെറി പറയുകയും മർദ്ദിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ മസ്ജിദിലുള്ള സഹാബത്തൊക്കെ എഴുന്നേറ്റ് അവർ തമ്മിലൊരു ഏറ്റുമുട്ടലുണ്ടായി. പക്ഷേ ഈ ആളുകൾ, അവർ വലിയ അംഗബലമുണ്ടായിരുന്നു, അവരുടെ കയ്യിൽ ആയുധങ്ങളുണ്ടായിരുന്നു. അവർ സ്വഹാബത്തിനൊക്കെ മർദ്ദിക്കുകയും ഉസ്മാൻ റളിയല്ലാഹുവിനെ കല്ലെറിഞ്ഞ് അദ്ദേഹം ബോധം കെട്ട് അദ്ദേഹത്തെ വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ടി വന്നു. അതിനുശേഷം പിന്നെ അദ്ദേഹം വീട്ടിൽ തന്നെയായി. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ മോചിപ്പിക്കാൻ വേണ്ടി ഇവരോട് ഏറ്റുമുട്ടാൻ ഒരു സംഘം സ്വഹാബത്ത് തയ്യാറായി. അവർ സംഘടിച്ച് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വീട്ടിൽ പോയി മോചിപ്പിക്കും എന്ന് തീരുമാനിച്ചു.
ഇതറിഞ്ഞപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു സത്യം ചെയ്തുകൊണ്ട് അവരോട് പറഞ്ഞു, അവരുടെ അടുത്തേക്ക് ആളെ പറഞ്ഞയച്ചു. അള്ളാഹുവിൻ്റെ പേര് സത്യം ചെയ്തുകൊണ്ട് അവരടങ്ങി നിൽക്കണം, അള്ളാഹുവിൻ്റെ വിധി അള്ളാഹു നടപ്പിലാക്കും എന്ന് പറഞ്ഞു. കാരണം മദീനയിൽ ഒരു രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കാൻ വേണ്ടി ഈ സ്വഹാബത്തും ഈ വന്നിട്ടുള്ള 2000 ആളുകൾ തമ്മിൽ യുദ്ധം മദീനയിൽ വെച്ച് നടന്നാൽ ഒരുപക്ഷെ ഒരുപാട് ആളുകൾ കൊല്ലപ്പെടുകയും മദീനയിൽ വലിയൊരു കുഴപ്പമുണ്ടാവുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. അത് വേണ്ട, താൻ മരിക്കുകയാണെങ്കിൽ ഒരാൾ മാത്രമേ മരിക്കുകയുള്ളൂ എന്നായിരുന്നു ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ തീരുമാനം. അങ്ങനെ ഈ പ്രശ്നം തുടർന്നു. പക്ഷെ ഉസ്മാൻ റളിയല്ലാഹുവിനെ കൊല്ലും എന്നൊരു ചിന്ത സ്വഹാബത്തിന് ഉണ്ടായിരുന്നില്ല. ഇവരിങ്ങനെ കുഴപ്പമുണ്ടാക്കി കുറച്ച് ദിവസം കഴിഞ്ഞ് മടങ്ങിപ്പോകും എന്നായിരുന്നു അവരുടെ ധാരണ. ഇങ്ങനെ ഒരു മരണം, ഒരു കൊല അവർ പ്രതീക്ഷിച്ചിരുന്നില്ല. ഇങ്ങനെ 40 ദിവസം ഈ പ്രശ്നം തുടർന്നു. 40 ദിവസം അദ്ദേഹം വീട്ടുതടങ്കലിലായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇവർ സംസാരിക്കുന്നത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു കേട്ടു. അദ്ദേഹത്തെ കൊല്ലാൻ ഇവർക്ക് പദ്ധതിയുണ്ട് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പോൾ സ്വഹാബത്ത് ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ അടുത്ത് വരികയും പോവുകയും ചെയ്യുന്നുണ്ട്. ആ ദിവസങ്ങളിൽ വന്ന സ്വഹാബത്തിനോട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇവർ എന്നെ കൊല്ലുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇത് കേട്ടപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു തന്നെ ഇവരെന്നെ കൊല്ലുമെന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, എന്ത് കാര്യത്തിൻ്റെ പേരാണ് അവരെന്നെ കൊല്ലുന്നത്? അപ്പോൾ ഇവർ തന്നെ കൊല്ലും എന്നുള്ള കാര്യം അദ്ദേഹം പോലും പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ കൊല്ലുക എന്ന് പറയുന്നത് അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമായിരുന്നു. എന്നിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഹദീസ് പറഞ്ഞു കൊടുത്തു, വബിമ യഖ്തുലൂനി, അവരെന്നെ എന്തിനാണ് കൊല്ലുന്നത്? ഫഇന്നി സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ലാ യഹല്ലു ദമു ഇംറിഇൻ മുസ്ലിമിൻ ഇല്ലാ ബിഇഹ്ദാ സലാസ്. 3 പാപങ്ങളുടെ പേരിലല്ലാതെ ഒരു മുസ്ലിമിനെ കൊല്ലാൻ പാടില്ല. വ്യഭിചാരി, അതുപോലെ തന്നെ കൊലപാതകി, അതുപോലെ മുർത്തദ്, ഈ 3 പേരല്ലാതെ കൊല്ലാൻ പാടില്ലെന്ന് ഹദീസിലുണ്ടല്ലോ എന്നൊക്കെയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയുന്നത്. അദ്ദേഹത്തിന് അറിയാമായിരുന്നു, വിശ്വാസം പ്രവചിച്ചിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് ഒരു പക്ഷേ അത് ഓർത്തിട്ടില്ലായിരിക്കാം. അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞിരുന്നത്. അദ്ദേഹം പറയുകയാണ്, ഞാൻ ജാഹിലിയത്തിൽ പോലും വ്യഭിചരിച്ചിട്ടില്ല, അതുപോലെ ദീൻ ഉപേക്ഷിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. വലാ ഖതൽതു നഫ്സൻ മുസ്ലിമൻ, മുസ്ലിമായ ഒരാളെ ഞാൻ കൊന്നിട്ടുമില്ല, പിന്നെന്തിനാണ് അവരെന്നെ കൊല്ലുന്നത് എന്ന് അദ്ദേഹം പറയുമായിരുന്നു. അങ്ങനെ അദ്ദേഹം ഈ അക്രമികളായ ആളുകളോട് പറയുമായിരുന്നു, ഫവല്ലാഹി ലഇൻ ഖതൽതുമൂനി, നിങ്ങൾ എന്നെ കൊല്ലുകയാണെങ്കിൽ ലാ തഹാബൂന ബഅദി അബദാ, എനിക്ക് ശേഷം നിങ്ങൾ തമ്മിൽ ഒരു ഇണക്കമുണ്ടാവുകയില്ല, നിങ്ങൾ പരസ്പരം ഒരുമയോടെ മുന്നോട്ട് പോവുകയില്ല, മുസ്ലിങ്ങൾ ഭിന്നിക്കും. വലാ തുസല്ലൂന ബഅദി ജമീഅൻ അബദാ, എനിക്ക് ശേഷം നിങ്ങൾക്ക് ഒരുമിച്ച് നമസ്കരിക്കാൻ സാധിക്കുകയില്ല. കാരണം ഖലീഫയുടെ കീഴിലാണ് മുസ്ലിങ്ങൾ ഏകോപിച്ചിട്ടുള്ളത്. നാട്ടിൽ കുഴപ്പങ്ങളാണ് ഉണ്ടാവുക, നിങ്ങൾ കക്ഷികളായി പിരിയും. വലാ തുഖാതിലൂന ബഅദി അദുവൻ ജമീഅൻ അബദാ, എൻ്റെ കാലശേഷം നിങ്ങൾക്ക് ഒന്നിച്ചു നിന്ന് ശത്രുക്കൾക്കെതിരെ പോരാടാൻ സാധിക്കുകയില്ല. ഇതൊക്കെ അതുപോലെ സംഭവിച്ചു. അലി റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്തിൽ ഒരുപാട് കുഴപ്പങ്ങൾ ഖവാരിജികൾ പിന്നെയും ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. ഇസ്ലാമിക ലോകത്തിൻ്റെ വികസനം അത് മുരടിച്ചു പോയി ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കൊലപാതകത്തിന് ശേഷം. അങ്ങനെ സ്വഹാബത്തിൽപ്പെട്ട കുറച്ചാളുകൾ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ അടുത്ത് വന്നു. അബ്ദുല്ലാഹി ബിൻ ഉമർ, അതുപോലെ അബ്ദുല്ലാഹി ബിൻ സുബൈർ, ഹസൻ, ഹുസൈൻ റളിയല്ലാഹു അൻഹുമ, അതുപോലെ മർവാൻ ഇബ്നുൽ ഹക്കം, അബു ഹുറൈറ റളിയല്ലാഹു അൻഹു, ഇങ്ങനെയുള്ള കുറേ സ്വഹാബിമാരും അവരുടെ കൂടെയുള്ള അവരുടെ അടിമകളുമൊക്കെ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ അടുത്ത് വന്നു. അദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടി വീണ്ടും വന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞു, ഉഖ്സിമു അലാ മൻ ലി അലൈഹി ഹഖ്ഖുൻ, എന്നോട് എന്തെങ്കിലും കടപ്പാടുണ്ട് നിങ്ങൾക്ക് എങ്കിൽ ഞാൻ നിങ്ങളോട് സത്യം ചെയ്ത് പറയുന്നു, അൻ യകുഫ യദഹു, അവർ ഇവിടെ നിന്ന് മടങ്ങണം, ആയുധം താഴെ വെക്കണം. വഅൻ യൻതലിഖ ഇലാ മൻസിലിഹി, അവരുടെ വീട്ടിലേക്ക് മടങ്ങണം എന്ന് പറഞ്ഞു. എന്നിട്ട് തന്റെ കൂടെ ഉണ്ടായിരുന്ന സ്വന്തം അടിമകളോടും പറഞ്ഞു, മൻ അഗ്മദ സൈഫഹു ഫഹുവ ഹുർ, അവരദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടി വാളെടുക്കും, അദ്ദേഹത്തിന് അറിയാം. പക്ഷെ അത് പിന്നീട് ഒരു യുദ്ധത്തിലേക്ക് നീങ്ങുമെന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, മൻ അഗ്മദ സൈഫഹു, ആരാണ് വാള് ഉറയിൽ വെക്കുന്നത്, ഫഹുവ ഹുറുൻ, അവനെ ഞാൻ മോചിപ്പിക്കാമെന്ന് പറഞ്ഞു. മുസ്ലിമീങ്ങളുടെ രക്തം സംരക്ഷിക്കാൻ വേണ്ടി, മുസ്ലിമീങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി എത്രമാത്രം അദ്ദേഹം ത്യാഗം സഹിച്ചു എന്നുള്ളത് ഇത് മനസ്സിലാക്കാം. സ്വന്തം ജീവൻ അപകടത്തിലാണ്. പക്ഷെ അദ്ദേഹം പറയുന്നത്, നിങ്ങൾ വാളെടുത്ത് വെച്ചാൽ നിങ്ങളെ ഞാൻ മോചിപ്പിക്കാം എന്നീ അടിമകളോട് പറഞ്ഞു. അങ്ങനെ അവരും അടങ്ങി നിന്നു. അങ്ങനെ പുറത്ത്, അദ്ദേഹത്തിന്റെ വീടിന്റെ പുറത്ത് സഹാബത്തും ഈ ഖവാരിജികളും തമ്മിൽ ചെറിയൊരു ഏറ്റുമുട്ടലുണ്ടായി. അതിൽ അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹുവിന് വലിയ പരിക്കുണ്ടായി. അതുപോലെ പല സ്വഹാബത്തും മരണപ്പെട്ടു. ഈ ഖവാരിജികളിൽ പലരും മരണപ്പെട്ടു. ഹസൻ ബിൻ അലി റളിയല്ലാഹു അൻഹുവിന് പരിക്കുണ്ടായി. അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിനൊക്കെ പരിക്ക് പറ്റി. വീണ്ടും ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഈ സ്വഹാബത്തിനോട് മടങ്ങിപ്പോകാൻ പറഞ്ഞു. അങ്ങനെ അവർ മടങ്ങി. അതിനുശേഷം ഒരു ദിവസം ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒരു സ്വപ്നം കണ്ടു. തൻ്റെ ആയുസ് അടുത്തിട്ടുണ്ട് എന്ന രൂപത്തിലുള്ളൊരു സ്വപ്നം അദ്ദേഹം കണ്ടു.
അതുപോലെ തന്നെ ഇവർ കൊല്ലുകയാണെങ്കിൽ അതിന്റെ കുറ്റം അവർക്ക് ഉണ്ടായിരിക്കും. അള്ളാഹു അദ്ദേഹത്തിന്റെ പാപങ്ങളൊക്കെ അതുകൊണ്ട് പുറത്തു കൊടുക്കും എന്ന് അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ ഇവരുടെ കൈകൊണ്ട് മരിക്കാൻ തന്നെ അദ്ദേഹം ഉറപ്പിച്ചു. രാവിലെ ആയപ്പോൾ അദ്ദേഹം തന്റെ ഭാര്യയോട് പറഞ്ഞു, ഇന്നൽ ഖൗമ യഖ്തുലൂനി, ഇവരെന്നെ കൊല്ലാൻ പോവുകയാണ്, സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന്റെ ഭാര്യയായ നാഇല ബിൻതുൽ ഫറാഫിസ റളിയല്ലാഹു അൻഹ അവര് വളരെയധികം വിഷമിച്ചു. ഖല്ലായ അമീറുൽ മുഅ്മിനീൻ, ഇല്ല അങ്ങനെ സംഭവിക്കില്ല എന്ന് പറഞ്ഞു. കാരണം അവർക്ക് അപ്പോഴും സങ്കല്പിക്കാൻ പറ്റുന്നില്ല, മുസ്ലിമായ ഇത്രയും സാലിഹായ ഒരു മനുഷ്യനെ, സ്വഹാബിയെ മുസ്ലിമീങ്ങൾ എന്ന് പറയപ്പെടുന്ന ആളുകൾ കൊല്ലുക എന്നുള്ള കാര്യം അവർക്ക് സങ്കല്പിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹുമ ഇവർ 3 പേരെയും സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട്. അവരെന്നോട് പറഞ്ഞു, ഫഖാലു, അവർ സ്വപ്നത്തിൽ എന്നോട് പറഞ്ഞു, സും യാ ഉസ്മാൻ, ഉസ്മാൻ നീ നോമ്പ് നോൽക്കുക, ഫഇന്നക തുഫ്തിറു ഇൻദനാ, ഞങ്ങളുടെ അടുത്താണ് താങ്കൾ നോമ്പ് തുറക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞു. അപ്പം അവർ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പം നോമ്പ് നോറ്റ് അവസ്ഥയിൽ മരിക്കും എന്നർത്ഥം. നോമ്പ് തുറക്കുക അവരുടെ അടുത്തായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം അദ്ദേഹം നോമ്പെടുത്തു. അദ്ദേഹത്തിന് വെള്ളം കിട്ടാൻ പോലും പ്രയാസമായത്. രാത്രി ഇരുട്ടിൽ ഇങ്ങനെ രഹസ്യമായിട്ട് വെള്ളം അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തിക്കുകയായിരുന്നു. അങ്ങനെ നോമ്പ് നോറ്റ് രാവിലെ ആയപ്പോൾ അദ്ദേഹം ഒരു സിർവാൽ പൈജാമ കൊണ്ടുവരാൻ പറഞ്ഞു. അത് നല്ല മുറുക്കി കൊടുത്തു. കാരണം അദ്ദേഹം നമ്മൾ പറഞ്ഞിട്ടുണ്ട് വളരെ ഹയാ ഉള്ള ലജ്ജയുള്ള ആളാണ്. കൊല്ലുകയാണെങ്കിൽ ആ മൽപിടുത്തത്തിൽ ചിലപ്പോൾ വസ്ത്രം മുണ്ടൊക്കെ കൊടുത്തിരിക്കുകയാണെങ്കിൽ അത് നീങ്ങിപ്പോകാൻ സാധ്യതയുണ്ട് എന്ന് വിചാരിച്ച് അദ്ദേഹം ഒരു പൈജാമ അത് നല്ല ബലമായിട്ട് കെട്ടി. മരണപ്പെടും എന്നുള്ള പ്രതീക്ഷയിലാണ് അദ്ദേഹം ചെയ്യുന്നത്, തൻ്റെ ഔറത്ത് വെളിവാകാതിരിക്കാൻ വേണ്ടി. അങ്ങനെ അന്ന് ഈ ഖവാരിജികൾ അവർ വീട്ടിലേക്ക് പ്രവേശിച്ചു. കുറേ ആളുകൾ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുകളിലൂടെ കയറി അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി. ആദ്യമായിട്ട് വീട്ടിലെത്തിയ ഒരാൾ, അയാൾ വന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു മുന്നിലെത്തിയപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇങ്ങനെ നല്ല വസ്ത്രമൊക്കെ ധരിച്ച് മുസ്ഹഫ് എടുത്ത് ഓതിക്കൊണ്ടിരിക്കുകയാണ്, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. നോമ്പുകാരനാണ്, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ വന്നയാൾ അദ്ദേഹത്തിൻ്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ചു. അദ്ദേഹത്തിന് ശ്വാസത്തിന് ബുദ്ധിമുട്ടുണ്ടായി. മറ്റൊരാൾ വാളുമായി വന്ന് അദ്ദേഹത്തെ വെട്ടി. ഉസ്മാൻ റളിയല്ലാഹു അൻഹു തന്റെ കൈ കൊണ്ട് ആ വെട്ട് തടുത്തു. അദ്ദേഹത്തിന്റെ കൈ മുറിഞ്ഞുപോയി. ആ കൈ മുറിഞ്ഞു തെറിച്ചപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലാഹി ഇന്നഹാ ലഅവ്വലു യദിൻ കതബത്തിൽ മുഫസ്സലായിട്ടുള്ള സൂറത്തുകൾ, സൂറത്ത് ഖാഫ് മുതൽ താഴേക്കുള്ള സൂറത്തുകൾ, ആ സൂറത്തുകൾ എഴുതിയ കൈയാണ് നീ വെട്ടിയിരിക്കുന്നത്, അതാണ് മുറിഞ്ഞു പോയിരിക്കുന്നതെന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന് കൈ മുറിഞ്ഞ് രക്തം വീണത് മുസ്ഹഫിലേക്കാണ്. ആ രക്തം വീണത് ഫസയക്ഫീകഹുമുല്ലാഹ്, അള്ളാഹു അവരെ കൈകാര്യം ചെയ്തു കൊള്ളും, വഹുവ സമീഉൽ അലീം എന്ന് പറയുന്ന ആയത്ത് അള്ളാഹു റസൂലിനോട് പറയുന്നതാണ്. ആ ആയത്തിന്റെ മുകളിലാണ് ആ രക്തത്തുള്ളികൾ വീണത്. അങ്ങനെ വെട്ടുകൊണ്ട സമയത്ത് അദ്ദേഹം പ്രാർത്ഥിക്കുന്നതായി ചരിത്രത്തിൽ കാണാം, അല്ലാഹുമ്മജ്മ ഉമ്മത മുഹമ്മദ്, അള്ളാഹുയെ മുഹമ്മദിന്റെ ഉമ്മത്തിനെ നീ ഒന്നിപ്പിക്കണേ. കാരണം ഇത് ഒരു ഫിത്നയുടെ തുടക്കമാണ്. ഖലീഫയെ കൊന്നു കഴിഞ്ഞാൽ ഭിന്നിപ്പായിരിക്കും പിന്നെ ഉണ്ടാവുക. അതുകൊണ്ട് ഈ ഉമ്മത്തിനെ നീ ഒന്നിപ്പിക്കണേ എന്ന് അദ്ദേഹം 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു. അപ്പോൾ മരണപ്പെടുന്ന സമയത്തും അദ്ദേഹത്തിന്റെ ചിന്ത ഈ സമുദായത്തിന്റെ ഐക്യമായിരുന്നു, ഉമ്മത്തിന്റെ അവസ്ഥയായിരുന്നു. മറ്റൊരാൾ വാളുമായിട്ട് വന്നു. ഇയാൾ വെട്ടിയപ്പോൾ കൈയാണ് മുറിഞ്ഞത്. അപ്പോൾ അടുത്ത ആൾ വാളുമായി വീണ്ടും വന്നു. രണ്ടാമത്തെ ആൾ വന്നപ്പോൾ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഭാര്യയായ നാഇല ബിൻതുൽ ഫറാഫിസ എന്ന് പറയുന്ന സ്ത്രീ, അവര് ഇയാളെ തടയാൻ നോക്കി. അങ്ങനെ വാള് പിടിച്ചു വാങ്ങി. ഈ വ്യക്തി, ഈ ഖാരിജിയായിട്ടുള്ള വ്യക്തി വാള് തിരിച്ചു വാങ്ങിയപ്പോൾ അവരുടെ വിരലുകൾ അറ്റുപോയി, വിരലുകൾ മുറിഞ്ഞുപോയി. എന്നിട്ട് ഇവർക്കൊരു റഹ്മത്ത് തോന്നിയിട്ടില്ല. അത്രയും ക്രൂരന്മാരാണ് ഖവാരിജികൾ എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരെ കുറിച്ച് കിലാബുന്നാർ എന്ന് പറയാനുള്ള കാരണം ഇതാണ്, നരകത്തിലെ നായ്ക്കൾ എന്നാണ് പറഞ്ഞത്. അവരുടെ സ്വഭാവം കൊണ്ടാണ്. ഇത്രയും ക്രൂരമായിട്ടാണ് അവർ അദ്ദേഹത്തെ കൊന്നത്. അങ്ങനെ ഈ രണ്ടാമത്തെ ആൾ വാളുമായി വന്നിട്ട് ഉസ്മാൻ റളിയല്ലാഹുവിനോട് ചോദിച്ചു. അവരുടെ കൂട്ടത്തിൽ ഒരാൾ ചോദിച്ചു, അല അയ്യി മില്ലത്തിൻ അൻത യാ നഅ്സൽ. നഅ്സൽ എന്ന് പറഞ്ഞാൽ ഒരു പ്രായമായ ആളെ പരിഹസിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്, നമ്മൾ കളവൻ എന്നൊക്കെ പറയുന്ന പോലത്തെ വാക്ക്. അപ്പൊ നീ ഏത് ദീനിലാണോ എന്ന് ചോദിച്ചു. കാരണം അവർ മുസ്ലിമുകളെ കാഫിറാക്കുന്ന ആളുകളാണ് ഖവാരിജികൾ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നോക്കൂ നിങ്ങൾ, അദ്ദേഹം പേടിച്ചിട്ടല്ല സഹാബത്തിനെ മടക്കി വിട്ടതും അതുപോലെ തന്നെ മരിക്കാൻ തയ്യാറായതും എന്ന് ഈ വാക്കിൽ നിന്ന് മനസ്സിലാവും. അദ്ദേഹം പറഞ്ഞു, ലസ്തു ബിനഅ്സൽ, നീ ഇങ്ങനെ ഒരു കിളവൻ എന്ന് എന്നെ വിളിക്കാൻ പാടില്ല. വലാകിന്നി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ സാഹിബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാനാണ്, റസൂലിന്റെ സഹാബിയാണ്. വഅന അലാ മില്ലത്തി ഇബ്രാഹിം ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ, ഞാൻ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ മാർഗത്തിലാണ്, മുസ്ലിമാണ്, മുശ്രിക്കല്ല. അപ്പോൾ ഈ തെമ്മാടിയായ ഈ ഖാരിജി അവൻ പറഞ്ഞു, കദബ്ത, നീ കളവാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ കാഫിറാണെന്നർത്ഥം. നഊദു ബില്ലാഹ്. ഉസ്മാൻ റളിയല്ലാഹുവിനെ കാഫിറാക്കിയിട്ടുള്ള ആളുകളാണ് അവർ.
ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ദീന്, സ്വഹാബത്തിന്റെ ദീന് പോരാ എന്ന് പറഞ്ഞിട്ടുള്ള ആളുകളാണ്. ഗുലൂവിന്റെ അപകടം, ദീന് പരിധി വിട്ടാൽ, അല്ലെങ്കിൽ ദീനിന്റെ പരിധി വിട്ട് ഗുലൂവ് ബാധിച്ചാലുള്ള അപകടം എന്ന് മനസ്സിലാക്കാം. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് ഇസ്ലാം പോരാ, അദ്ദേഹത്തിന്റെ തിന്മകൾ കാരണം അദ്ദേഹം ഇസ്ലാമിൽ നിന്ന് പുറത്തായിട്ടുണ്ടെന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെ അദ്ദേഹത്തെ വെട്ടി, അദ്ദേഹത്തിന്റെ തല വെട്ടി അദ്ദേഹം നിലത്ത് വീണു. അങ്ങനെ രണ്ടാമതൊരാൾ അദ്ദേഹത്തിന്റെ നെഞ്ചത്ത് കയറിയിരുന്നു. കാരണം അദ്ദേഹം ചെറുതായിട്ട് ജീവൻ ബാക്കിയുണ്ട്. അങ്ങനെ രണ്ടാമത്തെ ഒരാൾ അദ്ദേഹത്തിന്റെ നെഞ്ചത്ത് കയറിയിരുന്നു. 9 തവണ അദ്ദേഹത്തെ കുത്തി. എന്നിട്ട് ഈ കുത്തിയവൻ അവൻ പറഞ്ഞു, അമ്മ സലാസും മിൻഹുന്ന ഫലില്ല, ഇതിലെ 3 കുത്ത് അള്ളാഹുവിനുള്ളതാണ്, അള്ളാഹുവിന് വേണ്ടിയാണ്. നോക്കൂ നിങ്ങൾ, ഇഖ്ലാസ് കൊണ്ട് മാത്രം കാര്യമില്ല, അള്ളാഹുവിന് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു പണിയൊക്കെ ചെയ്യുന്നത്. പക്ഷെ ചെയ്യുന്നത് എന്തുമാത്രം വലിയ ദുൽമായിരുന്നു. 3 കുത്ത് ഇത് അള്ളാഹുവിനുള്ളതാണ്. വസിത്തുൻ ലിമാ ഖാന ഫീ സദരി അലൈക യാ ഉസ്മാൻ, ബാക്കി 6 കുത്ത് എന്റെ വ്യക്തിപരമായ പ്രതികാരമാണ് എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തെ അവർ കൊന്നു. അദ്ദേഹത്തിന്റെ 2 ഭാര്യമാര് അവിടെ വന്ന് ഈ വാളിന്റെ ഈ വെട്ടിൽ നിന്ന് അദ്ദേഹത്തെ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ അവർക്ക് അദ്ദേഹത്തെ സംരക്ഷിക്കാൻ സാധിച്ചില്ല. അങ്ങനെ അദ്ദേഹം മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് അടിമയായിട്ടുള്ള നജീഹ് എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഈ കൊല്ലാൻ വന്ന ആളുകളെ ആക്രമിക്കാൻ ശ്രമിച്ചു. അങ്ങനെ ഈ കുത്തിയ ആളെ അയാൾ കൊല്ലുകയും ചെയ്തു. ഈ നജീഹ് എന്ന് പറയുന്ന അടിമ ഉസ്മാൻ റളിയല്ലാഹുവിനെ കൊന്നയാളെ കൊന്നുകളഞ്ഞു. അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ അദ്ദേഹം കൊന്നു. അങ്ങനെ അവർ അദ്ദേഹത്തെയും കൊന്നു. വീണ്ടും രണ്ടാമത് അദ്ദേഹത്തിന്റെ ഒരു അടിമ സുബൈഹ് എന്ന് പറയുന്ന ഒരു അടിമ ഈ കൂട്ടത്തിലുള്ള ഒരാളെ കൊന്നു. അദ്ദേഹത്തെയും ഇവർ കൊന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ വീട്, ഉസ്മാൻ റളിയല്ലാഹുവിന്റെ വീട് അവർ കൊള്ളയടിച്ചു, ബൈത്തുൽ മാൽ കൊള്ളയടിച്ചു. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ മദ്ലൂമായി മരണപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പ്രവചിച്ചിട്ടുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നതായി ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിത്നയെ കുറിച്ച് പറഞ്ഞു, മുസ്ലിം ഉമ്മത്തിലുണ്ടാകുന്ന കുഴപ്പങ്ങളെക്കുറിച്ച്. ഫമർ റജുലുൻ, അങ്ങനെ ഒരാൾ അതിലൂടെ നടന്നുപോയി. ഫഖാൽ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുഖ്തലു ഫീഹാ ഹാദൽ മുഖന്നഉ യൗമഇദിൻ മദ്ലൂമൻ, ഈ പോയ മുഖം മറച്ചു പോയ ഈ വ്യക്തി, അദ്ദേഹം ആ ഫിത്നയിൽ കൊല്ലപ്പെടും എന്ന് പറഞ്ഞു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഫനദർതു ഫഇദാ ഹുവ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ഞാൻ നോക്കിയപ്പോൾ അത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹം കൊല്ലപ്പെടുമ്പോൾ 82 വയസ്സായിരുന്നു അദ്ദേഹത്തിന്റെ പ്രായം. 12 വർഷത്തെ ഖിലാഫത്തിന് ശേഷം അദ്ദേഹം മരണപ്പെട്ടു. ബഖീഉൽ ഗർഖദിൽ, മദീനയിലെ മഖ്ബറയിൽ അദ്ദേഹം മറമാടപ്പെട്ടു. സഹാബത്ത് അദ്ദേഹത്തെ കുളിപ്പിച്ച്, അലി ബിൻ അബി താലിബ്, സുബൈർ ബിൻ അവ്വാം, ഇവരൊക്കെയാണ് അദ്ദേഹത്തെ കുളിപ്പിച്ചത്. സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു ആണ് അദ്ദേഹത്തിന്റെ ജനാസ നമസ്കാരത്തിന് ഇമാമ് നിന്നത്. ബഖീഉൽ ഗർഖദിൽ അദ്ദേഹം മറമാടപ്പെട്ടു. അദ്ദേഹത്തിന് പല പ്രാവശ്യമായി 8 ഭാര്യമാരുണ്ടായിരുന്നു. അവരിൽ 9 ആൺകുട്ടികളും 7 പെൺകുട്ടികളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. റളിയല്ലാഹു അൻഹു അർദാഹ്. ഇതാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം. അദ്ദേഹം എല്ലാ കാര്യത്തിലും മാതൃകയായ ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ ഇബാദത്തിൽ, വിനയത്തിൽ, സ്വഭാവത്തിന്റെ കാര്യത്തിൽ, ലജ്ജയുടെ കാര്യത്തിൽ, അതുപോലെ ഇസ്ലാമിന് ഖിദ്മത്ത് ചെയ്ത കാര്യത്തിൽ, തന്റെ സമ്പത്ത് അദ്ദേഹം ദീനിനു വേണ്ടി വാരിക്കോരി ചെലവഴിക്കുമായിരുന്നു. അദ്ദേഹം ചെലവഴിച്ചിട്ടുള്ള സമ്പത്ത്, അദ്ദേഹം വഖഫ് ചെയ്തിട്ടുള്ള പല സ്വത്തുകളും ഇന്നും ബാക്കിയുണ്ടെന്നാണ് പറയുന്നത്. അതിന്റെ ശേഷിപ്പുകൾ ഇന്നും അതിൽ നിന്ന് വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് മദീനയിൽ എന്നാണ് പറയുന്നത്. അതുപോലെ അദ്ദേഹം തന്റെ ജീവനും ദീനിനു വേണ്ടി സമർപ്പിച്ചു. മുസ്ലിമീങ്ങളുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി, മദീനയിൽ ഒരു ഫിത്ന ഒഴിവാക്കാൻ വേണ്ടി അദ്ദേഹം തന്റെ ജീവൻ ത്യജിക്കാൻ തയ്യാറായി. റളിയല്ലാഹു അൻഹു അർദാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയുള്ള സ്വഹാബത്തിന്റെ ത്യാഗികളായ നമ്മുടെ പൂർവികരുടെ മാർഗം ഇത്തിബാ ചെയ്യാൻ നമുക്കും നമ്മുടെ സഹോദരങ്ങൾക്കും മക്കൾക്കുമൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹു വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.